ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ഗ്യാസ് ഏജൻസി ഓഫീസുകളിലെത്തി ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും നൽകി അവിടുത്തെ ബയോമെട്രിക് ഡിവൈസിൽ വിരലമർത്തി KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പുകൾ വന്നതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്കാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. LPG ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉള്ളവർ LPG KYC അപ്ഡേഷൻ ചെയ്യണമെന്ന നിർദ്ദേശമാണ് പല വാട്സപ്പ് പോസ്റ്റുകളിലൂടെയും പലർക്കും ലഭിച്ചത്. മുൻപ് 2019 വർഷങ്ങളിലൊക്കെ പാചകവാതക കണക്ഷൻ ഉള്ളവരൊക്കെ കണക്ഷൻ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമേ സബ്സിഡി അക്കൗണ്ടിൽ വരികയുള്ളൂ എന്ന് അറിയിപ്പുകൾ വന്നതിനെ തുടർന്ന് അന്ന് കണക്ഷൻ ഉള്ളവരിൽ നല്ലൊരു പങ്കും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരുന്നു. എന്നാൽ ഗ്യാസ് ബുക്കും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന പോസ്റ്റുകളൊക്കെ മൊബൈലിൽ എത്തിയതോടെ വീണ്ടും ഇതിനായി ഗ്യാസ് ഏജൻസികളിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ വ്യക്തി ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും നൽകി ബയോമെട്രിക് ഡിവൈസിൽ വിരലമർത്തിയാണ് KYC അപ്ഡേഷൻ ചെയ്യുന്നത്. ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി ഗൾഫിലോ വിദേശത്തോ ഒക്കെയാണെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം ഈ കാര്യം പൂർത്തീകരിക്കണം. ഇങ്ങനെ കണക്ഷൻ മാറ്റുന്നതിനായി ആ അംഗത്തിൻ്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് നമ്പർ എന്നിവയാണ് കരുതേണ്ടത്. LPG കണക്ഷനുമായി ബന്ധപ്പെട്ട ആധാർ KYC എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഏജൻസികളിലും ഇത് നടക്കുന്നുമില്ല. പ്രത്യേകം നിർദ്ദേശം ലഭിച്ച ഏജൻസികൾ മാത്രമാണ് അവരുടെ ഉപയോക്താക്കളിൽ നാളിതുവരെ ആധാർ ലിങ്ക് ചെയ്യാത്ത ഉപയോക്താക്കളോട് KYC അപ്ഡേഷൻ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ LPG KYC അപ്ഡേഷൻ നടത്തുന്നതിന് ഒരു അവസാന തീയതി നിശ്ചയിച്ച് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഒരു അറിയിപ്പ് വരികയോ മുഖ്യധാര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനാൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമതായി, നിങ്ങളുടെ ഏജൻസി KYC അപ്ഡേഷൻ ഇപ്പോൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം. രണ്ടാമത്, നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഈ നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന കാര്യവും നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിക്കുക. ഏതെങ്കിലും ഒരു പ്രാവശ്യം ആധാർ കാർഡുമായി നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചന്വേഷിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞു തരും. അതനുസരിച്ച് മാത്രം നിങ്ങൾ നടപടി കൈക്കൊണ്ടാൽ മതിയാകും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.